ഹൈന്ദവ സമൂഹം ചെല്ലുന്നൊരു പ്രാർത്ഥനയാണ്. ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരം കേട്ടു. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കർത്തൃ ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം. മഹാനിർവഹണ സ്തോത്രത്തിലുള്ളതാണ്. എന്താ ഇതിനർത്ഥം? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. അതിന്റെ ആ 3 വരിയുടെ അർത്ഥം എന്താ അറിയോ? എന്റെ പ്രാർത്ഥനകൾ അഖിലവും. ബാല ചിന്തിക്കണം. എന്റെ പ്രാർത്ഥനകൾ അഖിലവും ഏകനായ ദൈവത്തോടാണ്. എന്റെ വഴിപാടുകൾ, നേർച്ചകൾ അത് ഏകനായ ദൈവത്തോടാണ്. അവൻ എങ്ങനെയുള്ളവനാണ്? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. അവൻ ഈ മഹാജഗത്തിനെ, ഈ പ്രപഞ്ചത്തെ, സപ്തസാഗരങ്ങളെ, സപ്താകാശങ്ങളെ, അതുപോലെ സപ്തഭൂമിയെ, ഈ 7-14 ലോകങ്ങളെയും, സചേതനങ്ങളെ അചേതനങ്ങളെ എല്ലാം സൃഷ്ടിച്ച ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്ത് വരെ സൃഷ്ടിച്ച ഈ ബ്രഹ്മാണ്ടത്തിന്റെ മഹാദീശാധികാരി, ലോകത്തിന്റെ സൃഷ്ടാവ് അല്ലാഹു അല്ലിലാഹ്, അവനെയാണ് അല്ലെ? അവനാണ് ലോകത്തിന്റെ നാഥൻ. പിന്നെയോ ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം. എന്താ ഇതിന്റെ അർത്ഥം? അവനാണ് ജഗത്തിനെ സൃഷ്ടിച്ചത്, അവനാണ് ജഗത്തിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അവനാണ് ഈ ജഗത്തിനെ സംഹരിക്കുന്നത്. ഈ 3 ഗുണവും ശ്രീരാമനുണ്ടോ? ശ്രീകൃഷ്ണനുണ്ടോ? മുഹമ്മദ് നബിക്കുണ്ടോ? യേശുക്രിസ്തുവിനുണ്ടോ? മൊയ്തീൻ ശൈഖിനുണ്ടോ? ഇല്ല. എങ്കിൽ ആരെ തെരഞ്ഞെടുക്കണം? ഒരു ഉദാഹരണം. കായംകുളത്തിന്റെ തൊട്ടടുത്ത് കരുനാഗപ്പള്ളിയിലെ കോഴിക്കോട് അമൃതപുരി അല്ലേ? നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് എല്ലാവരും അറിയില്ലേ? അമൃതപുരിയിലെ അമ്മ 1500 വീടുകൾ സുനാമിക്ക് മുമ്പ് ഉണ്ടാക്കി കൊടുത്തു. സുനാമി ഉണ്ടായി, വീടുകളൊക്കെ തകർന്ന് തരിപ്പണമായി, ആർത്തിരമ്പുന്ന തിരമാലകളിൽപ്പെട്ട് ഭം എന്നൊലിച്ചു പോയി. ഞാൻ ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. അതുണ്ടാക്കിയതിന് ശേഷം സുനാമി എന്ന ഭീകരമായ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്ന ഭാവി അറിഞ്ഞുകൊണ്ട് 1500 വീടുണ്ടാക്കി കൊടുത്തതാ ആണോ? മൺകൂനുണ്ടാക്കി കളിക്കുന്ന കുട്ടിന്റെ പ്രായ അമ്മക്ക് ആണോ? മനുഷ്യകുലമേ ആലോചിക്ക്. മനുഷ്യൻ ചിന്തിക്കണം. മനുഷ്യരോടാണ് ഞാൻ സംസാരിക്കുന്നത്, ഒരു മതത്തോടല്ല. മനുഷ്യരോട്. മനുഷ്യരെ, സുനാമി ഉണ്ടാകുമെന്ന് അമ്മക്കറിയാനാവില്ല, തങ്ങൾക്കറിയാനാവില്ല, ലോകത്തൊരാൾക്കും പ്രവചിക്കാനാവില്ല. പർവ്വതം കണക്കെ ആർത്തിരമ്പുന്ന തിരമാലകൾ സാഗരമിരമ്പി വന്നപ്പോ എന്ന് വാവളക്കാനല്ലാതെ ലോകത്തിനൊരാൾക്കും ഒന്നും കഴിഞ്ഞിട്ടില്ല. ഐനൽ മഫർ യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യരെ, ഐനൽ മഫർ, എങ്ങോട്ടാ നിങ്ങൾ ഓടുന്നത്? മനുഷ്യ നിയന്ത്രണത്തിലല്ല സുനാമികളും ഭൂകമ്പങ്ങളും. മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയില്ല. സ്വാമി പുട്ടപ്പുറത്തിയിലെ സായിബാബ 78ാമത്തെ ജന്മദിനത്തിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു? ബാത്റൂമിലേക്ക് കയറി. മനുഷ്യനാണല്ലോ, ഭക്ഷണം കഴിച്ചാൽ കാട്ടിക്കണം, മൂത്രിക്കണം. ബാത്റൂമിലേക്ക് കാലെടുത്തു വെച്ചപ്പോ തന്നെ വീണു, കാലിന്റെ എല്ല് പൊട്ടി. ഒറ്റ ചോദ്യമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ മനുഷ്യകുലത്തോട്. ബാത്റൂമിന്റെ പുറത്ത് നിന്നൊരു സെക്കൻഡ് ഉണ്ടാവില്ല മനുഷ്യന്റെ ജീവിതത്തിൽ. എന്നിട്ട് ബാത്റൂമിലേക്ക് കാലെടുത്ത് വെച്ച്, അതായത് ആ കാലിങ്ങനെ പൊക്കി ബാത്റൂമിലേക്ക് വെക്കുന്ന ഏതാനും സെക്കൻഡ്, ആ സെക്കൻഡിന്റെ അടുത്തുള്ള ഭാവി പോലും അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞില്ല, അയാളുടെ കാലിന്റെ ഭാവി. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ആ കാല് വെക്കുവോ? ഞാനിപ്പോ ഒരു ബാത്റൂമിൽ കാല് വെച്ച് വീണ് തുടയല് പൊട്ടുന്നുണ്ടെങ്കിൽ ആ ബാത്റൂമിൽ ഞാൻ കയറുവോ? എന്താ നിങ്ങൾ പറയാത്ത സെലിംക? കയറുവോ? ഇല്ല. അപ്പൊ പിന്നെ എന്താ ഭാവി അറിയോ? അവനാന്റെ ഭാവി അറിയില്ല, പിന്നല്ലേ മറ്റു മനുഷ്യരുടെ ഭാവി? എന്ത് പറ്റി മനുഷ്യകുലമേ നിങ്ങൾക്ക്? നാളെ എന്ത് സംഭവിക്കും നിങ്ങൾക്കൊരാൾക്കും പ്രവചിക്കാൻ കഴിയില്ല. ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും അതും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കഴിയോ? ജ്യോത്സ്യത്തിലും ഭാവി പ്രവചനത്തിലും വിശ്വസിച്ച ആളായിരുന്നു ആര്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരാൽ അവർ കൊല്ലപ്പെടും എന്നവർ മനസ്സിലാക്കിയിരുന്നോ? രാജീവ് ഗാന്ധി മനസ്സിലാക്കിയിരുന്നോ? ഏതെങ്കിലും അവർ വിശ്വസിച്ച ഏതെങ്കിലും ഒരു പ്രഗത്ഭ ജ്യോത്സ്യൻ പ്രഖ്യാപിച്ചോ?
വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്ത് സംഭവിക്കും നിങ്ങൾക്കൊരാൾക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ എവിടെ വെച്ച് മരിക്കും അതും നിങ്ങൾക്ക് പറയാനാവില്ല. ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ വചനമാണ്. വമാ യുഅമ്മറു മിൻ മുഅമ്മരിൻ വലാ യുൻഖുസു മിൻ ഉംരിഹി ഇല്ലാ ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിങ്ങളിൽ ആരൊക്കെ ഒരുപാട് കാലം ജീവിക്കും, നിങ്ങളിൽ ആരൊക്കെ കുറഞ്ഞ കാലം ജീവിക്കും, അതൊന്നും നിങ്ങൾക്കറിയില്ല. എല്ലാം ഈശ്വര നിശ്ചയമാണ്. മനുഷ്യകുലമേ, അതുകൊണ്ട് ആലോചിക്കേ, ഇവരാരും ദൈവമാകാൻ യോഗ്യത ഉള്ളവരല്ല. മഹാന്മാരെ അംഗീകരിച്ചോളൂ, ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവരെ അംഗീകരിച്ചോളൂ. ദൈവത്തിലേക്ക് എന്തിനു ഉയർത്തണം? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, രസകരമായൊരു ചോദ്യം, വിമർശനമാണ്, എന്നാലും ഒരു വലിയ പോയിന്റാണ്. നമ്മുടെ ഇന്ത്യയിൽ കുറെ മനുഷ്യ ദൈവങ്ങൾ ഹിന്ദുക്കളിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്, മുസ്ലിങ്ങളിലുണ്ട്. ഈ മനുഷ്യ ദൈവങ്ങളിൽപ്പെട്ട ജീവിച്ചിരിക്കുന്ന ആളുകളുടെ മൂക്കും വായും 10 മിനിറ്റ് പൊത്തിപ്പിടിക്കാൻ എനിക്ക് പെർമിഷൻ തരുമോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. അവരുടെ നോസും മൗത്തും എന്റെ കൈകൊണ്ട് 10 മിനിറ്റ് അമർത്തി പിടിക്കാൻ, പിന്നെ വെള്ളത്തുണി വിരിച്ച് കിടത്തി തരും. അപ്പൊ എന്ത് മനസ്സിലായി? ദൈവത്തിനും വേണം നമ്മളെപ്പോലെ വായു. അത് 5 മിനിറ്റിലധികം പൊത്തിവെച്ചാൽ മരിച്ചു പോകുന്നു. അവനാന്റെ നിയന്ത്രണത്തിലെ ഹാർട്ട്, അവനാന്റെ നിയന്ത്രണത്തിലെ ശ്വസനേന്ദ്രിയ വ്യവസ്ഥ അല്ല. ഇനി ഇതിൽ കവിഞ്ഞ് എങ്ങനെ ദൈവത്തെ പരിചയപ്പെടുത്തണം മനുഷ്യന്മാരെ? നിങ്ങൾ പറയും, ഏയ് ദൈവത്തിന്റെ വായു ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യ ദൈവം നാട്ടിലുണ്ടോ? എന്നൊന്ന് കൊണ്ടുവരി. ഇല്ല. അതുകൊണ്ട് മനുഷ്യകുലമേ, വീണ്ടും ആലോചിച്ചോ. വേദം പറയണം, ശ്രീമദ് ഭഗവത്ഗീത രാജകുയോഗം, അഭിജാനന്തി മാമൂഢ മാനുഷീതനുമാശ്രിതം പരംഭാവമജാനന്ദോ മബഭൂത മഹേശ്വരം അവ്യക്തം വ്യക്തിമാപന്യം മന്യന്തേ മാമബുദ്ധയാ പരംഭാവമജാനന്ദോ മാമാവേയമനുത്തമം. ദൈവം വ്യക്തികളെ പ്രാപിച്ചവനല്ല, സൃഷ്ടിസ്ഥിതി ലയ സംഹാരമൂർത്തിയായ സർവേശ്വരന്റെ പരമഭാവത്തെ അറിയാത്തവൻ മൂഢനാണെന്ന ബൈബിളിലെ. യേശു ക്രിസ്തുവിനോട് ചോദിച്ചു, അല്ല ഗുരു പ്രഭോ, ഏറ്റവും പ്രഥമമായ കൽപ്പന എന്താ? അപ്പൊ യേശു ക്രിസ്തു പറയാ, കേട്ടോളൂ, യേശു ക്രിസ്തു പറയാൻ, ബൈബിൾ ന്യൂ ടെസ്റ്റമെന്റ് പുറപ്പാട് 12-ാം അധ്യായം 29-ാമത്തെ സൂക്തം. തെരഞ്ഞു നടന്നിട്ട് ബുദ്ധിമുട്ടണ്ട, പേജുകൾ മറിച്ചിട്ട് കഷ്ടപ്പെടേണ്ടതില്ല. മാർക്കോസിലെ 12-ാം അധ്യായം 29-ാമത്തെ വചനം കേട്ടോളൂ. ഇസ്രായേലേ കേട്ടാലും, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് ഉണ്ടോ? നമ്മുടെ, ഞാൻ നിങ്ങളുടെ ദൈവം എന്നല്ല യേശു ക്രിസ്തു പറഞ്ഞത്. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് ഉണ്ടോ? അവനെ പൂർണ്ണ ഹൃദയത്തോടെ, അവനെ, ഏകവചനം, അവനെ, ദൈവം പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മുക്കൂട്ട് ദൈവം യേശു ക്രിസ്തുവിന് പരിചയമേ ഇല്ല. ബൈബിൾ കൊണ്ട് തെളിയിക്കാം, പരിചയമില്ല. യേശു ക്രിസ്തു പഠിപ്പിച്ചത്, ഇസ്രായേലേ കേട്ടാലും, നമ്മുടെ, അദ്ദേഹത്തെ ഉൾപ്പെടെ ഉള്ളവരെ ഉൾപ്പെടുത്തി നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വചനം, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? അതാണ് 10 കമാൻഡ്മെന്റ്സിലെ 1-ാമത്തെ വാചകം, ദൈവത്തെ മാത്രം ആരാധിക്കുക, അവന്റെ സൃഷ്ടികളെ, പ്രവാചകന്മാരെ ആരാധിക്കാതിരിക്കുക എന്നത്. ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ളത് ഏകനായ ദൈവത്തിലേക്കുള്ള ക്ഷണിക്കലാണ്. ഇപ്പൊ മുസ്ലിം ഉമ്മത്ത് നിങ്ങൾ പരിശോധിക്കണം. മുസ്ലിം ഉമ്മത്ത് ദർഗകൾ കെട്ടി ഉയർത്തി, മക്കാമുകൾ ഉണ്ടാക്കി ആരാധനകൾ നടത്തുന്നു. നിങ്ങൾ അവരോട് ചോദിക്കും, എന്റെ ചോദ്യം അവർക്കും ബാധകമാണ്. 114 അധ്യായമുള്ള ഖുർആനിൽ ഒരു ദർഗയെ ചുറ്റിപ്പറ്റിയ വിശ്വാസത്തെപ്പറ്റി പരാമർശിക്കുന്ന ഒരു സൂക്തം ഈ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് ഖുർആൻ കൊണ്ട് ഹാജരാക്കാൻ ധൈര്യമുള്ള ഏത് പണ്ഡിതനും സമാധാന ചിത്തമായി അത് കാണിക്കാം. എങ്ങനെ?
അപ്പൊ ഇന്ന് നിങ്ങൾ നാട്ടിൽ കാണുന്ന സുന്നി, മുജാഹിദ്, തബ്ലീഗ്, ജമായത്ത് ഇതൊക്കെ എന്താ ജാതിയ? അല്ല, മതത്തിന്റെ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ച് തെറ്റിപ്പോയവരാ. മുജാഹിദ് പ്രസ്ഥാനത്തിന് ജനങ്ങളോട് പറയാനുള്ളത് എന്താ? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ നേരിട്ട് ഖുർആനും അതിനെ വിശദീകരിച്ച പ്രവാചക ചര്യയിലേക്കുമാണ് ക്ഷണിക്കുന്നത്, ദുർവ്യാഖ്യാനങ്ങളില്ലാതെ, സ്വന്തം വ്യാഖ്യാനങ്ങളില്ലാതെ. ആ ഖുർആനിലെ ഏത് അധ്യായത്തിലാണ് മൺമറഞ്ഞുപോയ മഹാന്മാരുടെ കബറ് കെട്ടി ഉയർത്തി അവിടെ പൂജബലികൾ നടത്താമെന്നതിന് തെളിവ് ഒറ്റ വചനം ഇല്ല. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഒരൊറ്റ പ്രവാചകന്റെ ചരിത്രത്തിലും, ഒരു പ്രവാചകന്റെ ചരിത്രം പറയുന്നിടത്ത് ഒരു തവണ പോലും ഒരു ദർഗയിലെ മഹാനിലേക്ക് സമസ്ത പണ്ഡിതന്മാർ ക്ഷണിച്ച പോലെ ക്ഷണിച്ച ഒരു നബിയുടെ പേര്, അപാരമായ ഒരു പോയിന്റാ പറഞ്ഞ് ശരിക്കും നോട്ട് ചെയ്യും. അപാരമായ ഒരു ചിന്തയാണ് പറഞ്ഞത്. ഏത്? ഒരു നബിയും സക്കാഫിമാരെ പോലെ അമ്പിയാക്കളോടും മൗലിയാക്കളോടും തേടാം എന്ന് പ്രസംഗിച്ച ഒരൊറ്റ നബി വിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാൻ സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു നാട്ടിൽ ഇന്നത്തെ മുജാഹിദുകളെ പോലെ ഒരു ടീം വന്നിട്ട് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അത് ഇസ്ലാം അല്ല എന്നാണല്ലോ സമസ്തക്കാർ പറയുന്നത്, എങ്കിൽ അമ്പിയാക്കളോട് പ്രാർത്ഥിക്കാമെന്ന് അത് പ്രചരിപ്പിച്ചവരായിരിക്കണമല്ലോ പ്രവാചകന്മാർ. അങ്ങനെ ഒരു നബീന്റെ പേര് സാധ്യമല്ല. അങ്ങനെ തന്നെ പിടിച്ചോളി. മുജാഹിദുകളൊക്കെ ഇതേ ചോദ്യം ആവർത്തിക്കണം. പള്ളി കയറി ചെന്നിട്ട് മുസ്ലിയാക്കന്മാരോട് ചോദിക്കുക, ശരിക്കും പരിശോധിക്കേത് ഉസ്താദേ, നമ്മുടെ നാട്ടിൽ കുറെ ദർഗകളുണ്ടല്ലോ, അതെ, ആ ദർഗയിലെ മഹാന്മാരോട് നമ്മൾ തേടുന്നുണ്ടല്ലോ, ഉണ്ട്. ഈ സമ്പ്രദായത്തെ പറ്റി പറയുന്ന ഖുർആനിൽ ഒരു വാചകം, ആദം നബി മുതൽ പ്രവാചക ശൃംഖലയിലെ മുഹമ്മദ് നബി വരെയുള്ള ഏതെങ്കിലും ഒരു നബിയുടെ സമൂഹം ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ എന്നല്ല പറഞ്ഞോ? മറിച്ച് മുജാഹിദുകൾ പറയുന്നത് മാത്രമേ ഖുർആനിലുള്ളൂ. എന്ത്? ദൈവത്തോട് പ്രാർത്ഥന, അള്ളാഹിനോട് മാത്രം. അമ്പിയാക്കളോട് പ്രാർത്ഥിച്ച ഒരായത്ത്, ഒറ്റ വചനം ഖുർആനിൽ കണ്ടോ? 6000 ചില്ലാനം വചനങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രവർത്തകൻ എന്ന നിലയിൽ ഒറ്റ സൂക്തമാണ് ചോദിക്കുന്നത്. ഇപ്പൊ ചെന്നിട്ട് ഉസ്താദിനോട് എഴുതി ഇങ്ങോട്ട് തരാൻ പറ. അതിന് കാണില്ല ഖുർആനിൽ. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ അമ്പിയാക്കളോട് പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിച്ച ഒരു നബിയുടെ പേര്, ഒറ്റ പ്രവാചകന്റെ. ഹക്ക് കൊണ്ട്, ജാവ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് തേടൽ ഇസ്ലാമാകുന്നു എന്ന് ഖുർആനിൽ ഒരു വചനം കൊണ്ട്, സഹീഹായ ഒരൊറ്റ ഹദീസ് കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല. ഞാൻ ഇന്നലെ പേരോട് ഉസ്താദിന്റെ ഒരു അരുമ ശിഷ്യനെ കിട്ടി, എനിക്ക് കുറച്ചു സമയം. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്ന പുരോഹിതന്റെ ഒരു അരുമ ശിഷ്യനെ ഞാൻ ചോദിച്ചു, മോനെ നീ പള്ളിയിൽ പോയൊന്ന്? പള്ളിയിലേക്ക് ഏത് കാല് വെച്ചാ കയറിയത്? വലത്തെ കാല്. മോനെ എന്താ നീ പ്രാർത്ഥിച്ചത്? അല്ലാഹും മിഫ്തഹ്ലി അബ്വാബ റഹ്മതിക. ഞാൻ ചോദ്യം മർമ്മത്തിലാ പിടിച്ച്. മോനെ അതാരോടാ പ്രാർത്ഥന? അള്ളാഹിനോട്. മോനെ പള്ളിയിൽ നിന്ന് നീ കൈകെട്ടി വജ്ജഹ്തു ഓതി, പ്രാരംഭ പ്രാർത്ഥന ഓതി, അതാരോടാ മോനെ? അത് അല്ലാഹുവിനോട്. മോനെ അത് കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതി, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മോനെ അതാരോടാ? അല്ലാഹുവിനോട്. മോനെ അത് കഴിഞ്ഞിട്ട് നീ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, അതാരോടാ മോനെ? അല്ലാഹുവിനോട്. മോനെ ശേഷം നീ പള്ളിയിൽ നിന്ന് ഇടതുകാല് പുറത്തു വെച്ച് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, മോനെ അതാരോടാ? അല്ലാഹുവിനോട്. മോനെ നീ വീട് വിട്ടിറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ട്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മോനെ നീ ബാത്റൂമിലേക്ക് കാല് വെച്ച് കയറുമ്പോൾ ഏത് കാല് വെക്കും? ഇടതുകാല്. പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. പ്രാർത്ഥിക്കാറുണ്ട്. മോനെ അതാരോടാ? അല്ലാഹുവിനോട്. മോനെ വാഹനത്തിൽ കയറുമ്പോൾ നീ പ്രാർത്ഥിക്കാറുണ്ടോ? പറഞ്ഞു സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ. മോനെ നീ സുന്നി മദ്രസ പഠിച്ചിട്ടുണ്ടോ? അതെ. എത്ര വരെ? 7ാം ക്ലാസ് വരെ. 7ാം ക്ലാസ് വരെ പഠിച്ച ഏതെങ്കിലും ഒരു ഹദീസിൽ ആയിരക്കണക്കിന് പ്രാർത്ഥന പഠിച്ച പ്രാർത്ഥനകളിൽ ഒരൊറ്റ പ്രാർത്ഥന അല്ലാഹുമ്മ എന്നല്ലാതെ, റബ്ബി എന്നല്ലാതെ, മൊയ്തീൻ ശൈഖേ, മൂസാ നബിയെ, ഈസാ നബിയെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു നബിയോട് പ്രാർത്ഥിക്കാൻ നിന്റെ മുത്ത് നബി പഠിപ്പിച്ചിട്ടുണ്ടോ മോനെ? ആ കുട്ടി കണ്ണിലേക്ക് നോക്കി നിന്നു. മോനെ ഇല്ല എന്ന് നീ തന്നെ അംഗീകരിക്കുന്നു. പിന്നെ എവിടെ നിന്ന് കിട്ടി മോനെ നിനക്ക്? ബാത്റൂമിൽ കയറുമ്പോൾ റബ്ബിനോട്, വാഹനത്തിൽ കയറുമ്പോൾ റബ്ബിനോട്, പള്ളിയിൽ കയറുമ്പോൾ റബ്ബിനോട്. ജീവിതത്തിന്റെ നിലമണ്ഡലങ്ങളിൽ ഒരു മുസൽമാന്റെ മുഴുവൻ പ്രാർത്ഥനകളും മലിക്കുൽ ജബ്ബാറായ റബ്ബിനോട്
പിന്നെ എവിടെ നിന്ന് കിട്ടി? മൊയ്തീൻ ശൈഖിനോട്, മമ്പറന്തങ്ങളോട്, ഭീമാ പള്ളി വലിയനോട് എവിടെ നിന്ന് കിട്ടി? മുസൽമാനെ നിനക്ക് എവിടെ നിന്ന് കിട്ടി? നീ പിഴച്ചുപോയിരിക്കുന്നു എന്ന് അസന്ദിഗ്ധമായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ പിഴവിലാണ്, തിരുത്തേണ്ടതാണ്. ചിന്തിക്ക്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരിൽ ഒരാളും